ഞാൻ ഡെഡായി പോയതാ. ആ എടാ നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? ഇവൾക്ക് ഇവളുടെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവളുടെ അച്ഛൻ ഇപ്പോഴും ജോൺ അട്ട പുള്ളീന്റെ പേര്. വേണി ഭാര്യയായിട്ട് മൂന്നാമത്തെ ഭാര്യയായിട്ട് ഒരു പെണ്ണിനെ കൂട്ടിക്കോ, ഇഷേനെ കൂട്ടിക്കോ. നീ റെഡി ആയി കഴിയുമ്പോ എന്നെ വിളിക്ക്. പിന്നെ നീ പറയണ എന്താന്നറിയോ, അവളെ മൈൻഡ് ഇല്ലാത്ത രീതിയില് അച്ഛന്റെ സ്വത്തൊക്കെ ഇവൾക്ക് ഉണ്ട് പങ്ക്, അപ്പൊ ഇവൾക്ക് വേണ്ടെന്നുള്ള ഒപ്പിട്ടെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഇപ്പത്തെ പിള്ളേര് കൊടുക്കാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ. അതായത് സ്വത്ത് ഇവക്ക് വേണ്ടെന്നുള്ള രീതി സംസാരിക്കണം. ആ എന്നിട്ട് ഒപ്പിട്ട് തരണം എന്നുള്ള രീതിയിൽ. സ്നേഹമൊന്നും കാണിക്കണ്ട, ഞാനിപ്പോ വന്നത് നിന്നെ ഇതാക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിലുണ്ട്. എനിക്കത് ഒപ്പിട്ട് തന്നാല് എന്റെ പിള്ളേർ കൊടുത്തു. ഓ ആവശ്യം മറ്റേ ഒപ്പ് മേടിക്കാൻ വരുന്ന അച്ഛൻ. ആ അതന്നെ അതെ. റെഡി റെഡി റെഡി. നീ പറഞ്ഞാണോ അല്ലടാ ഫോൺ എടുക്കല്ലോന്ന്? എന്ത് എന്ത് ഞാൻ പറഞ്ഞേ എന്റെ കോൺക്രീറ്റിൽ തന്നെ ചോര നായിന്റെ മക്കള് സിമെന്റ് ഇട്ടെന്ന് പറഞ്ഞേ. എന്താടാ നീ നീ എടാ എനിക്കൊന്ന് കാണണമായിരുന്നു കളിയാ നിന്നെ. ഞാൻ എന്താ മിസ് ചെയ്യുന്നടാ നിന്നെ. എന്നെയോ? നിന്നെ ഒന്ന് കാണാ. നീ എവിടെ? കാണണ്ട ഒന്ന് കാണട്ടല്ലേ. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഗ്യാങ് അല്ലേ അൾട്ടിമേറ്റ് മൈലേ. നീ എവിടെ? ഞാൻ വരാം. നിന്റെ അച്ഛൻ എനിക്ക് ലൊക്കേഷൻ അയച്ചു. ഹലോ പെണ്ണേ, നിന്റെ അച്ഛൻ എനിക്ക് ലൊക്കേഷൻ അയച്ചു. അച്ഛനോട് സംസാരിക്കുമ്പോ ഒരു മയത്തിലൊക്കെ സംസാരിക്കണം കേട്ടോ. ഓ ഇതിപ്പോ എന്റെ കൂടി ഡാഡി അല്ലേ, അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ. അതെ അതെ, അനുഗ്രഹം ഇരിക്കണം കേട്ടോ അവിടെ ചെല്ലുമ്പോ. അത് പറഞ്ഞ് പോയ ഉടനെ കാലി വീഴാൻ പറ്റത്തില്ല. അങ്ങനെ കണ്ടവന്റെ കാലിൽ വീഴണ ചരിത്രം നമുക്ക് ജീവിതത്തില്ല. അങ്ങനല്ല പെട്ടെന്ന് പറ്റത്തില്ല. പയ്യെ സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് അനുചരിക്കണം എന്ന് പറയാം. അല്ല ഇപ്പൊ ഡാഡിക്ക് ഇപ്പൊ ഒരു അമ്മ ഉണ്ടെങ്കിൽ അതെന്റെ സ്റ്റെപ്പ് മോം അല്ലേ? അതെ എന്തായിരിക്കോ എനിക്ക് തോന്നുന്നില്ല. ഹലോ ഹലോ ജോൺസൺ സ്പീക്കിംഗ്. ആ എവിടെ സാർ? ലൊക്കേഷൻ അയച്ചായിരുന്നു മോനെ. ഓ നിന്റെ അച്ഛന്റെ ഫുൾ നെയിം എന്താ? ഞാൻ നേരെ പോയിട്ട് ജോണേന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, ജോൺ സി കെയ്ലർ. ജോൺ സി കെയ്ലർ. ജോൺ സി കെയ്ലർ അങ്ങനെ തന്നെയാണ് ഈ അച്ഛൻ. ജോൺ സി കെയ്ലർ എന്താ? ഹലോ ജോൺ സി കെയ്ലർ. ഹലോ ജോൺസൺ കെയ്ലർ. ഹലോ ഹലോ. എവിടെ ഈ ലൊക്കേഷനിൽ തന്നെയാണോ? അതെ. ഓക്കെ ഓക്കെ. ജോൺ സി കെയ്ലർ നമ്മൾ അങ്ങോട്ട് വരുക. ഓക്കേ 7063. ഓക്കേ. നിന്റെ അച്ഛൻ്റെ അമ്മ ഇവിടെ വീടൊക്കെ ഉണ്ട്. വീടുണ്ടോ? ഏതേത് വീട്? മേടിച്ചിട്ടുണ്ടാവും. റിച്ച് ആണോ? വന്ന് കേറിയോ? ഹലോ 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 ജോൺസൺ, എന്തായിരുന്നു കാണുന്നെന്ന് പറഞ്ഞത്? ഇതാണ് നിങ്ങളുടെ മോള് നിരുപമ. ഏത് മോള്? നിങ്ങൾ എന്റെ പേര് സരസു.
ഹലോ, ഒരു ബിസിനസ് കോൾ വന്നതാ. ഡാഡി ആ, ഡാഡി മുടിയൊക്കെ പോയല്ലോ. മോളെ രോഗം വന്നിട്ട് പോയതാണ്. കഷണ്ടിയാ, നമ്മളിപ്പോ മൊട്ടയടിച്ചു അതുകൊണ്ട്. അല്ലല്ല ഇത്രയും നാളെ എവിടെയായിരുന്നു? ഞാനിവിടത്തൊക്കെ കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു മോളുണ്ടെന്ന് ഓർത്ത് പോലില്ലല്ലേ? ടൈം കിട്ടുന്നില്ല മോളെ, 3 ഭാര്യമാരുണ്ടേ. അപ്പം ഇതെന്റെ ഡാഡി ഒന്നും ഞാൻ പോണേ. എന്റെ ഡാഡി ഇങ്ങനെയല്ല. എന്തു പറ്റി? എന്റെ ഡാഡി ഇങ്ങനെ കൊറേ കല്യാണമൊന്നും കഴിച്ച് നടക്കൂല. ഇത് എന്റെ മോള് തന്നെ. മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നത് മുഖത്ത് കണ്ടാ അറിയാം. ആണ്. ഏത് ഏത് പെണ്ണുമ്പിള്ള? എന്റെ 3ാമത്തെ ഭാര്യ മോളെ. സരസു. ഇതിനിടയ്ക്ക് കല്യാണം കഴിച്ചോ വേറെ? ഇതപ്പോ എന്റെ സ്റ്റെപ്പ് മോല്ലേ? അതെ കുട്ടാ പേരെന്താണ്? എന്റെ പേര് ഡാഡി ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നു? ബിസിനസ് ഒക്കെ എങ്ങനെ? അത് പറയാനാ മോളെ വന്നത്. അകത്തിന് സംസാരിക്കാം. വെയില് കൊള്ളണം, ടാൻ അടിക്കും, മുട്ട തിളക്കും. അകത്തോട്ടിരിക്കാം. നല്ല വീട് കേട്ടോ. താങ്ക് യു. ഇരിക്കൂ, നിങ്ങൾ ഇരിക്കൂ. ഇതൊക്കെ കഴിക്കാൻ എടുത്തിട്ട് ഇരുന്നോളൂ. മോളെ, അതായത് ഞാൻ ഈ അടുത്ത് ചാള വറുത്തടിക്കുന്ന ഒരു ബിസിനസ് തുടങ്ങിയാണ്. ചായക്ക് ഇടാ പഞ്ചസാരയും പാലുമില്ല, അതുകൊണ്ട് സോറി. കട്ടൻ ചായ മതി. വീട്ടില് പഞ്ചസാര തീരൊന്നുമില്ലേ? അതാ മോളെ പറയുന്നത്. വീട് നമ്മളെ തറവാട് ക്ഷയിച്ചോണ്ടിരിക്കുക. അതെന്താ ബിസിനസ് ഒക്കെ പറഞ്ഞിട്ട്? ഈ ചാള വറുത്തടിക്കുന്ന ബിസിനസ് തുടങ്ങിയിരുന്നില്ലേ ഞാൻ? പണ്ട് തന്നല്ലായിരുന്നു കേട്ടോ ബിസിനസ്. പണ്ടുള്ള ബിസിനസ് ഒക്കെ വിട്ട് പണ്ടത്തെ ബിസിനസ് അല്ലല്ല, പുതിയതിലോട്ട് നമ്മൾ ഇറങ്ങണ്ടേ? അതെ, ചാള വറുത്തെടുക്കുന്ന ബിസിനസ് ആയിരുന്നു നമുക്ക്. ഇപ്പൊ നിന്റെ അച്ഛന്റെ പേര് ചാള ജോൺസീന. സരസു, ഈ ബിസിനസ് തുടങ്ങിയാ പോയപ്പോ അവിടെ ഇരുന്ന് ചാള വിറ്റോണ്ടിരുന്നവള്. ഓഹോ, ഇപ്പൊ അവള് മറ്റേ സാരിയൊക്കെ എടുത്ത് സാരിയൊക്കെ എടുത്ത് വലിയ അവളെ കളിയാക്കുന്നത് ചാള നിരുപമ എന്തെന്നൊക്കെ പറഞ്ഞാൽ നിന്റെ മോമിയാണ്. അപ്പൊ നീ റെസ്പെക്ട് കൊടുക്കണം. അങ്ങനെ കാണാൻ പറ്റൂല. റെസ്പെക്ട് മോളെ, റെസ്പെക്ട്. ഇരിക്കി മോളെ, നമ്മ പറഞ്ഞു തന്നത് മോള് ഒരു ഒപ്പിട്ട് തരികയാണെങ്കിൽ എനിക്ക് എന്റെ സ്വത്തൊക്കെ അങ്ങ് ഭാഗം വെക്കായിരുന്നു. നമുക്ക് കുറെ ആവശ്യങ്ങളുണ്ട് ഈ ജീവിതത്തിൽ. ഇല്ല സമ്മതിക്കൂല. സ്വന്തമായിട്ടൊരു മോളുണ്ടായിട്ട് മോള് എങ്ങനെയാ? മോക്ക് സുഖാണോ? മോളെ കുറിച്ചൊന്ന് എത്ര വർഷായി? മോളെ, ഈ ചാളയുടെ തിരക്കിൽ നമുക്ക് ഒന്ന് താല്പര്യം നോക്കിയില്ല, സമയമില്ല. ഉണ്ടോ പോലും അറിയില്ലായിരുന്നു. മോളൊരു ഒപ്പിടുവാണെങ്കിൽ അച്ഛന്റെ ജീവിതം മാറി മറയും. സത്യം. അത് അവർക്ക് കൊടുക്കണ്ട, അച്ഛന് തരാലോ. അച്ഛന്റെ ഡോൾഫിന്റെ കഥയുണ്ട്, അത് കണ്ണാപ്പി ലൈവ് വരുമ്പോ പറഞ്ഞു. മോളെ, ഒരു ഒപ്പ് എനിക്കൊന്ന് ആലോചിക്കണം. ഇപ്പൊ എന്റെ ഒരു ഒപ്പിന് വേണ്ടിട്ടല്ലേ എന്നെ കാണാൻ വന്നേ? സ്വന്തം മോനെ, മോൻ പറയാണെങ്കിൽ കൊച്ചു സമ്മതിക്കും. മോനെ നമ്മൾ വേണേ ചാള വറുത്തടിക്കുന്ന ബിസിനസിൽ പാർട്ട്ണറാക്കാം. ദുരുപമ പറയോ? ഇത് ഇപ്പൊ എന്താണ് അവർക്ക് ഒരു ഒപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഇപ്പൊ അച്ഛനല്ലേ? ഇതെന്താ ഇത്രയും വർഷമായിട്ടൊരു മോളെ കാണാൻ വരുന്ന ഒരു സ്വത്തിന് വേണ്ടിട്ട്, ഒരു ഒപ്പിന് വേണ്ടിട്ടാണ് അവരെന്നെ കാണാൻ വന്നേ. ഒപ്പിന് ഒപ്പ് തന്നെ വേണ്ട മോളെ. മോളോട് എന്തേലും ഒരു സ്നേഹമുള്ള അച്ഛനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? മോളെ, അത് അച്ഛന് സ്നേഹമുണ്ട്. മോളെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് വേറെ ഭാര്യനെയൊക്കെ കെട്ടി സുഖിച്ച് ജീവിക്കാം. ഇപ്പൊ സ്വത്തിന്റെ കാര്യം വന്നപ്പോ എന്റെ ഒപ്പ് വേണം. എന്നെ കുറിച്ച് ആലോചിച്ച് ബാക്കി നിന്റെ ജീവിതവും നല്ലതാവുള്ളൂ. എന്റെ ജീവിതം എന്താക്കാൻ? ഒപ്പിടാൻ ഇല്ല, ഒപ്പിടൂല.
എനിക്ക് നിന്റെ അച്ഛനെ പറയുന്ന ചേട്ടാ. ഒപ്പിടറി. ഒപ്പിടുന്നില്ല ചേട്ടാ. ഇത്രയും നാള് ഒപ്പിടുന്ന മോളുണ്ടോന്നൊന്നും തിരക്കിയില്ലല്ലോ, ഇപ്പൊ വന്നിട്ട് ഒപ്പിടാൻ പറഞ്ഞ. മോളെ കണ്ടപ്പോ അല്ലേ നമുക്ക് ഒപ്പിടേണ്ട ഓർമ്മ വന്നേ. അതെ. എനിക്കൊന്ന് ആലോചിക്കണം. അപ്പൊ നിങ്ങക്ക് ഒപ്പ് വേണം അതല്ലേ? ആ മോനെ, മോളുടെ ഒരു ഒപ്പ് വേണം. അത് മോൻ സംഘടിപ്പിച്ചേരണം. അതെ മോനെ, നമ്മൾ ചാള വറുത്തെടുക്കുന്നതിൽ എടുക്കാം. അതെ. അപ്പൊ നല്ല നെയ്ച്ചാളയാണ് മോനെ, നെയ്ച്ചാള. ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് തന്ത. അപ്പൊ നിങ്ങൾ പറഞ്ഞു തന്നത് ഇതേമാതിരി നിങ്ങളുടെ സ്വത്തില് ഇവൾക്ക് പങ്കുണ്ട് അല്ലേ നിരുപമക്ക്? ആ അതെ 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 അപ്പൊ ഇവള് വേണ്ടാന്നുള്ളത് ഒപ്പിട്ട് തന്നതിനാ നിങ്ങൾക്ക് അതിൽ നിന്ന് ബിസിനസ് തുടങ്ങാം. അതെ അതെ. അതെ. നിരുപമ ഇല്ല, അപ്പൊ ഈ മോളെ- ഓർമ്മ ഉണ്ടല്ലോ ഒപ്പിടും മോളെ. ഇത്രയും നാളായിട്ട്. ഒപ്പിടും മോളെ, മോളെ. അച്ഛനല്ലേ പറയുന്നേ, അമ്മയും കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ ആരാരോ ആട്ടത്തളിൽ കുട്ടിനുള്ളിൽ കൺമണിയേ. തൊടാണോ മകളെ? നീ പകരും പുഞ്ചിരി തൻ കണ്ടു നിന്നാൽ നൂറഴക്. ഒപ്പിടുമോളെ. എന്നും നെഞ്ചുടുപ്പിൽ തീരയാ തരമില്ല നിന്നെ ചായുറക്കാൻ അങ്ങേരിപ്പൊ അതിയാൻ രാഗമില്ലോ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു ഒപ്പിന് വേണ്ടിയിട്ടല്ല എന്നെ കാണാൻ വന്നേ, അല്ലെങ്കിൽ ഇപ്പോഴും എന്നെ കാണാൻ എന്നെ കുറിച്ച് അന്വേഷിക്ക പോലും ഇല്ലല്ലോ. എന്തെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ പറഞ്ഞു. നിന്റെ അച്ഛനും അമ്മയല്ലേ? അതെ ഇപ്പൊ നീ ഒരു സപ്പോർട്ടീവ് ആണോ? ഞാൻ എത്ര നാളെ എന്റെ ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നിനക്ക് ഇതൊന്നും മനസ്സിലായില്ലല്ലോ. നീ അപ്പോഴും വരെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചേ? എനിക്കിപ്പോഴല്ലേ സത്യങ്ങളൊക്കെ മനസ്സിലായേ. മോളെ ഒപ്പിടണേ. അച്ഛന്റെ അവസ്ഥ ഇല്ല, എനിക്കൊന്ന് ആലോചിക്കണം. നമ്മളെ ഈ കാണുന്ന സ്വർണ്ണ ചെയിൻ ഇതൊക്കെ ഉള്ളു. കണ്ടാ അച്ഛന്റെ അമ്മേനെ ഫോട്ടോ നോക്കി അവിടെ. ദയവേത് മോളെ ഒപ്പിട്ട് തരണം. അല്ലേ അച്ഛൻ കിടന്ന് അമ്മാ അമ്മാന്ന് പറഞ്ഞ തെണ്ടണ്ടി വരും. അമ്മ വല്ലതായോ? സരസ്വതി പിന്നെ അത് ശീലമുള്ളതാ, ഞാൻ അങ്ങനെയല്ല. അപ്പൊ പിച്ചക്കാരിയാണ് ഭാര്യ. രണ്ടും അപ്പൊ കൂടെ ഈ- വന്നിട്ട് ഇപ്പൊ തെണ്ടുന്നു. ഇപ്പൊ നമ്മളിപ്പോ രണ്ടുപേരും റോഡ് തണ്ടി ജീവിക്കാം. മോളെ ഒപ്പിടണം മോളെ. ഒപ്പിടും മോളെ. മോളെ ഒരു ഒപ്പ് എനിക്കൊന്ന് ആലോചിക്കണം. ഒപ്പിടും മോളെ. ആലോചിക്കണം ആ, എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് എത്ര സമയം എടുക്കും? സംസാരിച്ച് നോക്കട്ടെ, ഒന്ന് ഞാനൊന്ന് സംസാരിക്കട്ടെ. സംസാരിക്കട്ടെ. മോനെ, ഒപ്പിന് കുപ്പി അമ്മ ഏതാ ഒപ്പിന് കുപ്പി ഒപ്പിന് കുപ്പി. ബ്രാൻഡ്? ഓൻ പറയുന്ന ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. ഒന്നെനക്കും. ആ, നീ ഓവറാക്കല്ലേ കേട്ടോ. അവളെവിടെ പോയി? ഹലോ, ഉം. ഇങ്ങോട്ടാ. എന്ത് പറ്റി? എനിക്ക് സങ്കടായി. എന്തിന്? ഇത്രയും വർഷം കഴിഞ്ഞ് സ്വന്തം മോളെ കാണാൻ ഇത്ര വർഷം കഴിഞ്ഞ് വരാത്തപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ നീയല്ലേ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? എനിക്കറിയില്ലായിരുന്നല്ലോ. അവരിപ്പോ എന്റെ ഒരു ഒപ്പിന് വേണ്ടിട്ട് മാത്രം എന്നെ കാണാൻ വന്നേ. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒപ്പിട്ട് കൊടുക്കൂല. അങ്ങേ ഇതുകൊണ്ടാണ് ഞാൻ പാവം അയാൾ മരിച്ചു പോയെന്നെങ്കിലൊക്കെ വിചാരിക്കട്ടെ എന്ന് പറഞ്ഞ് നീ വിഷമിക്കണ്ടെന്നൊക്കെ വിചാരിച്ചു. ഞാനിത് അറിഞ്ഞായിരുന്നു. എന്നിട്ട് എന്താ എന്നോട് പറയാത്തെ? ഞാൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോ നീയല്ലേ വിശ്വസിക്കാത്തത്? അതാ എനിക്ക് അത്ര. നീ അപ്പോഴും മനസ്സിലാക്കിയില്ല. ഇപ്പൊ അവർക്ക് ഒപ്പിന് വേണ്ടി വന്നിരിക്കണം. നാളെ ഇതേമാതിരി അവര് എനിക്ക് ആ രണ്ടാമനെ തീരെ ഇഷ്ടായില്ല. എനിക്ക് തോന്നുന്നു അവര് കൂടെ എന്തെന്നൊക്കെ പറഞ്ഞാലും അതെന്റെ മോമിയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. അംഗീകരിച്ചോ? അല്ല അങ്ങനെയല്ല, പിന്നെ അത് നിന്റെ അച്ഛനാകുമ്പോ നീ തന്നെയല്ലേ പറഞ്ഞത് അവരോട് റെസ്പെക്ട് കൊടുക്കണം. നമ്മുടെ കാര്യം പറയണ്ടേ? ഏ? നമ്മുടെ കല്യാണം നടത്തി തന്നാ ഒപ്പിട്ട് കൊടുക്കാന്ന് പറയാം. അല്ല നാളെ ഞാൻ ഒരു കാര്യം പറയട്ടാ. ആ. നാളെ ഇതേമാതിരി അവര് ഇറങ്ങി പിച്ച തെണ്ടാ നിന്ന് കഴിഞ്ഞാൽ അത് നിരുപമന്റെ അച്ഛനല്ലേ പിച്ച തെണ്ടണത് എന്ന് ചോദിക്കത്തില്ലേ? അതെ.
അവർക്ക് ഒപ്പ് എന്നാലും കൊണ്ട് അവര് നമ്മുടെ പോണി. കാര്യം ഞാൻ ഒരു കാര്യം പറയണ്ടേ? പറയട്ടെ, അവർക്ക് ഇപ്പൊ ഒപ്പ് കിട്ടി അവര് പോണി പോട്ട്. നിനക്ക് എന്നാലും ഞാനില്ലേ, ഞാൻ സ്വന്തം നോക്കൂല മോളുടെ നിന്നെ. കാര്യത്തിന് അവര് നിക്കും. ഇത്ര നോക്കാം. നാളില്ലാത്ത അച്ഛൻ എന്തിനാ നിനക്കിപ്പോ? അതൊരു ഒപ്പിന് വേണ്ടിട്ട് കാണാമെന്ന് എനിക്ക്. ഞാൻ അത് ഒപ്പിട്ട് കൊടുക്കൂല. അതിട്ട് കൊടുത്തേക്ക്. അങ്ങനെ ഞാൻ തീരുവാണെങ്കിൽ കൊടുക്കൂല. തീരട്ടെ. നിനക്കെന്താ അവരുടെ സ്വത്ത് വേണോ? അവരുടെ സ്വത്തല്ല, അത് എന്റെ സ്വത്താ. അത് നിന്റെ അച്ഛന്റെ അമ്മയുടെ സ്വത്തല്ലേ? ആ, അത് അവരെടുത്തോട്ട്. അവര് അത് ഈ സമ്പാദിക്കണ്ടേ? രണ്ടാം ഭാര്യക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത് എവിടുത്തെ ന്യായ? കൊടുത്തോട്ട്. പറ്റൂല. എനിക്കറിഞ്ഞൂടാ. നാളെ അവര് തെണ്ടാൻ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാ ഉറപ്പായിട്ടും പറയാം അത് നിരുപമേന്റെ അച്ഛനാണ്, സ്റ്റേപ്പിന്റെ. അങ്ങനെ പറയട്ടെ. നമുക്ക് അവരോട് നമ്മുടെ കാര്യം ആദ്യം പറയാം, എന്നിട്ട് അവരെന്താ പറയണേ നോക്കിട്ട് ഒപ്പിട്ട് കൊടുക്കാം. ഹലോ ഹലോ. നിന്റെ തന്തവിടെ വിഷമിച്ചിരിക്കണം. പോയിന്ന് ഡാഡി ഡാഡി വിഷമിക്കാതെ. ഡാഡിക്ക് വിഷമായി. മോള് ഒപ്പിട്ട് കൊടുക്കില്ല. നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഒരു റോട്ടില് പിച്ചെടുത്ത് തെണ്ടിട്ട് ഡാഡി ഇപ്പൊ രാത്രി വന്നിട്ട് വീട്ടിലേക്കുള്ള അരിയും ചോറ് വാങ്ങുന്നത്. ഡെയിലി പോകും. ഡെയിലി പോയി വല്ല റോട്ടിലെടുത്ത് ലാസ്റ്റ് ഒരു 500-600 രൂപ ഇട്ടിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അത് പിച്ച തെണ്ടി ഉണ്ടാക്കിയതാ. അതുകൊണ്ടാണ് ഒരു ദിവസം അന്നം മുടങ്ങുന്നത്. അച്ഛൻ എനിക്കിതൊക്കെ നേരത്തെ വന്നൂടായിരുന്നോ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കഷ്ടപ്പാടായിരുന്നെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക. ഡെയിലി ഡെയിലി അങ്ങനെ കഷ്ടപ്പെടും. പിച്ചെടുത്തിട്ടുള്ള ഒരു 10,000 രൂപ കിട്ടിയാലായി. ഞാൻ മോളെ. തരാം, വിഷമിക്കല്ലേ. 3 ഭാര്യ എന്ന് പറയുമ്പോഴേ അറിയാൻ പറ്റൂല്ലോ നമുക്ക് അതിന്റെ ഒരു വിഷമവും വർക്കിങ്ങും വേർക്കലും എല്ലാം നമുക്കറിയാം. അതെ, തീരെ വയ്യാ മോളെ അച്ഛന്. ആരോഗ്യമൊക്കെ ക്ഷയിച്ചു. അച്ഛൻ സമയത്തിന് ഫുഡൊന്നും കഴിക്കുന്നില്ലേ? ഞാൻ എടുത്തു കൊടുക്കലുണ്ട്, കഴിക്കുന്നില്ല. ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായോണ്ട് അങ്ങേർക്ക് ഫുഡ് പോലെ ഇറങ്ങുന്നില്ല ഇപ്പൊ. ഒരു കോടി കാണുക മോളെ. ശോഷിച്ചു. ഭക്ഷണം പോലും ഇറങ്ങുന്നില്ല മനുഷ്യന്. അപ്പൊ പിന്നെ എല്ലാം നിങ്ങളുടെ അല്ലേ? ഒപ്പിട്ട് തന്നാ മതി. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാണ്ട്. ഞങ്ങളുടെ കാര്യം. സത്യം പറയാലോ ഡാഡി, ഡാഡീനെ കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതേമാതിരി ഒരു ഡാഡീനെ കിട്ടാൻ ഇവള് ഭാഗ്യം. എനിക്കും ഡാഡീനെ പോലെ ആവണമെന്ന. ഒരേ ടൈമിൽ 3 സ്നേഹം കൊടുക്കണം. വർക്കിന്റെ കാര്യത്തിലെല്ലാം. അത്രേ ഉള്ളു മോനെ, അത്രേ ഉള്ളു. നീയും ഈ മോമീനെ കണ്ടു പഠിക്കണം. എന്ത് ചാള വിറ്റ് നടക്കണോ? നിന്റെ തന്തയാണ് ഈ ചാള വിറ്റ് നടക്കുന്നത്, ഞാനല്ല. ഇവരാണ് എടുത്ത് വിറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ അമ്മയുടെ കൂടെ ആയിരുന്നപ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ബിസിനസ് ആയിരുന്നില്ലേ. ഇപ്പൊ പോയത് കൊണ്ടല്ലേ ഇങ്ങനെ ചാള വിറ്റ് നടക്കുന്നത് നിങ്ങൾ രണ്ടുപേരും. സത്യം, ഇവളാണ് എല്ലാത്തിനും കാരണം. ഇങ്ങനെയാണ് എല്ലാത്തിനും കാരണം. എന്റെ ജീവിതത്തിൽ വന്ന അന്ന് എന്റെ ജീവിതം നശിച്ചു. ഭാര്യനെ കിട്ടിയോണ്ടായിരിക്കുമല്ലേ മോളെ കുറിച്ച് അന്വേഷിക്കാത്ത. മോളെ, അച്ഛനോട് ക്ഷമിക്കണം. ഇല്ല, ഇപ്പൊ പറഞ്ഞ കേട്ടില്ല, അച്ഛനെ കണ്ട് പഠിക്കണം. 2-3 ഭാര്യമാരൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെ ഇവന്റെ കൂടെ ജീവിക്കും? അതൊക്കെ മോളുടെ ഇഷ്ടമല്ലേ എങ്ങനെയാ ജീവിക്കുന്നത്? അച്ഛനൊരു തീരുമാനം എടുക്ക്. ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല, അതുപോലെ നീയും തോന്നും അങ്ങനെ. അത് പറ്റൂല. ജീവിതങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സഹിച്ച് അച്ഛൻ തീരുമാനം എടുക്കണമല്ലേ? അങ്ങനെ പറ്റൂല. ഞാൻ ഒപ്പിട്ട് തരണമെങ്കിൽ പ്രോമിസ് ചെയ്ത് തരണം. വല്ലായിരിക്കും എന്റെ അടുത്ത്. ഇങ്ങനെ 2-3 ഭാര്യമാരൊന്നും പറ്റത്തില്ല. രണ്ടൊന്നും കുഴപ്പമില്ലടാ. ഞങ്ങളുടെ കല്യാണം നടത്തിട്ടാ അച്ഛ, ഞാൻ ഒപ്പിട്ട് തരാം. എനിക്ക് എന്റെ അച്ഛനെയും മോമിനെ പോലെ ആവണമെന്ന് എന്റെ ഒരു ആഗ്രഹം. അത്രേ ഉള്ളൂ. ഇങ്ങനെ ലൈഫ് ഹാപ്പി ആയിട്ട് പോണം. കുഴപ്പമില്ല.
മോൾ അതുമായിട്ട് ഞങ്ങളുടെ അഡാപ്റ്റായി വരും. രണ്ടുപേരുടെ കല്യാണം നടത്തി തരും. അത് ഞാൻ നടത്തി നിങ്ങൾ ഇനി പോയി കഴിഞ്ഞാൽ എപ്പോഴാ തിരിച്ചു വരാന്ന് പോലും എനിക്കറിയില്ല. കല്യാണം പറ്റത്തില്ല, എൻഗേജ്മെന്റ് പറ്റത്തില്ല, രണ്ടും പറ്റത്തില്ല. നീ ഒരു ഒപ്പിട്ടാ തീരാതെ പ്രശ്നമല്ലേ ഇവിടെ ഉള്ളൂ. ഒരു അതെ. ഒരു ഒപ്പിട്ടോടെ മോളെ. ഉപ്പിട്ട് തന്നാലെല്ലാം സമ്മതിച്ചു തരും. ഒപ്പിട്ടോ മോളെ നീ ഉപ്പിട്ടതാ. ഞാൻ ആലോചിക്കട്ടെ. അച്ഛൻ പിച്ചെടുക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. മോളെ ഇതിലോട്ടൊന്നും ഒരു ഒപ്പിടുവോ? ഡോക്യുമെന്റ്സ് ഒരു ഒപ്പ് മോളെ ഇതിലോട്ടിട്ടാ മതി. ഞാൻ ഇട്ട് തരാം. ഒരു ഒപ്പിട് മോളെ. ഇട്ടിട്ടുണ്ട്. അത്രേ ഉള്ളു മോളെ. താങ്ക് യു. ഇനി ഇങ്ങനെ ഒരു മോളുണ്ടെന്ന് പറഞ്ഞു വരരുത് ഒരിക്കലും. വീട്ടിൽ നിന്ന് ഇറങ്ങടി. തന്തയായി പോയി. ഏത് തന്ത ഇറങ്ങടി വീട്ടിൽ നിന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങും മോളെ. കൊറേ നേരെ കല്യാണം നിനക്ക് കല്യാണം ഉണ്ടാക്കിയാലേ നീ ഒപ്പിടും അല്ലടി. എനിക്ക് കല്യാണം ഉണ്ടാക്കി തരാം. ഇറങ്ങടി വീട്ടിൽ നിന്ന്. തള്ളയുടെ സ്വഭാവം മാറിയാണോ? അവളുടെ ഒരു ഒപ്പിനെ അവളുടെ കാല് പിടിക്കണം, പാട്ട് പാടണം, മോണാക്ട് ചെയ്യണം, എന്തൊക്കെ ചെയ്യണോടി. ഇറങ്ങടി വീട്ടിൽ നിന്ന്. അല്ലേ എനിക്കിങ്ങനെ മോളും ഇല്ല. ഇറങ്ങിപ്പോടി. എന്താ ഇറങ്ങിപ്പോടി. വേറെ ഒരു കൺവെന്റ് കണ്ടുവരുന്നത്. ഓരോ ചൊണ്ണാമണിയെ വിളിച്ച് വന്നോളൂ. നിന്റെ തന്ത ഒരു ചൊണ്ണായി ആയതുകൊണ്ട് വെറുതെ വിട്ടിരിക്കണ. നീ ഇങ്ങോട്ട് വാ. തന്തേ പോലും തന്ത എല്ലാ ആവശ്യമുണ്ടോ നിനക്ക്? ഇതിനെക്കാട്ടി നിനക്ക് തന്തയില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ജർമ്മൻ ഷിപ്പ്യാർഡിന് വല്ല നിനക്ക് ജോണെന്ന് പേര്. അപ്പോഴും നിന്റെ തന്തേനെ നീ സപ്പോർട്ട് ചെയ്യുക. അപ്പോഴും നീ നിന്റെ തന്തേനെ സപ്പോർട്ട് ചെയ്യുക. എത്രയൊക്കെ ആണെങ്കിലും അച്ഛനല്ലേ പണ്ടിങ്ങനെ നല്ലായിരുന്നല്ലോ. ഇനിയിപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, അറിയിക്കോ തന്തേന്റെ വീട്ടിൽ പോയിക്കോ. അയാളുടെ ആട്ടും തുപ്പലും കേട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് നീ ഇനി വീണ്ടും സപ്പോർട്ട് ചെയ്യും. ഇറങ്ങടി. ഇല്ല, എനിക്ക് ഇനി അങ്ങനെ ഒരു അച്ഛനില്ല. ജോൺ എന്ന് പറയണ നിന്റെ തന്തയല്ല. ഇനി നിനക്ക് തന്തയില്ല. ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ ഒറ്റയ്ക്കായി. ഇനിയിപ്പൊ നാളെ വേറെ ആരെങ്കിലും ജോൺ എന്ന് പറഞ്ഞു വരുമോ? വരുവോ? ഇനി ആര് വരാൻ? ഇതെന്റെ അച്ഛനല്ലേ. അല്ല ഇനിയിപ്പോ പിന്നെ ഒപ്പിന് വേണ്ടിയല്ലേ പുള്ളി വന്നത്. നീ ഒപ്പിട്ട് കൊടുത്തപ്പോ അങ്ങനത്തെ സ്വഭാവം അറിയല്ലോ. ഇനി എനിക്ക് കുഞ്ഞിലെ കണ്ട ഓർമ്മയല്ലേ ഉള്ളൂ. എന്നാലും സ്വന്തം മോളോട് സ്നേഹമില്ലാത്ത എന്തൊരു തൊണ്ടയത്. അങ്ങനെ പുതിയ ലൈഫായില്ലേ, പുതിയ ഭാര്യ, പുതിയ പിള്ളേർ എല്ലായോണ്ട് പിന്നെ നിന്നെ മൈൻഡ് ആക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് സ്വത്തിന്റെ കാര്യം വന്നപ്പോ മാത്രം വന്നേക്കുന്നു. ആ പെണ്ണുമുള്ള കൈവശം കൊടുത്ത് നോക്കുന്നേ തോന്നില്ല. അപ്പോഴും നീ അച്ഛനെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്തല്ല, കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണല്ലോ മാറിയത്. പണ്ടത്തെ കാര്യം പറഞ്ഞടാ. ഇതിനെക്കാട്ടി തന്തയില്ല എന്ന് പറയണതായിരുന്നല്ലോ. കെട്ടിപ്പോയത് വെറുതെ. ഇതിലും ഇതും കാണാണ്ടിരിക്കരുത്. മര്യാദക്ക് ഞാൻ പറഞ്ഞതല്ലേ മരിച്ചു പോയതാണ്. അത് വിശ്വസിച്ചാ മതിയായിരുന്നു. ഇനിയിപ്പോ